അവൾ പഠിക്കുകയായിരുന്നു, ഞാൻ വായിക്കുകയായിരുന്നു, ഞങ്ങൾ കേൾക്കുകയായിരുന്നു. നമ്മൾ ഈ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് വാസ്, അതല്ലെങ്കിൽ വേർ. ഈ രണ്ട് വാക്ക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരേ മീനിങ് വരുന്നത്? രണ്ട് വാക്കിനും സബ്ജക്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് വാസ് അല്ലെങ്കിൽ വേർ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സെൻറ്റൻസിൽ ഉപയോഗിക്കാവുന്ന വാക്കാണ് വാസ്, അതല്ലെങ്കിൽ വേർ. നമുക്ക് 2-3 സെൻറ്റൻസ് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. അവൾ പഠിക്കുകയായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും? അവൾ എന്നുള്ളതിന് നമുക്കറിയാം ഷീ എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഷീ എന്നുള്ള വേർഡാണ് അവൾ എന്നുള്ളതിന് ഉപയോഗിക്കുക. പഠനം എന്നുള്ളതിൻ്റെ വേർഡാണ് സ്റ്റഡി. ഇപ്പോൾ ചെയ്യുന്ന ആക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റഡിയിങ് എന്ന് പറയും. ആയിരുന്നു എന്ന് പറയാൻ ഷീയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാസ് ആണ്. ഇനി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ആ സെൻറ്റൻസിൽ നമ്മൾ പറയുന്നത് ഞാൻ വായിക്കുകയായിരുന്നു എന്നാണ്. ഞാൻ പുസ്തകം വായിക്കുകയായിരുന്നു എന്നൊരു വാക്കാണ്, ഒരു സെൻറ്റൻസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് നോക്കാം. ഞാൻ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ആണ്. ഞാൻ വായിക്കുകയായിരുന്നു എന്നായതുകൊണ്ട് റീഡിംഗ് ആണ് ഇവിടുത്തെ ആക്ഷൻ വരുന്നത്. റീഡിംഗ്. എന്താണ് റീഡ് ചെയ്യുന്നത്? എ ബുക്ക്. ഒരു പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വാസ് ആണ് ഉപയോഗിക്കുന്നത്. സോ ദ സെൻറ്റൻസ് ഈസ് ഐ വാസ് റീഡിംഗ് എ ബുക്ക്. ഇനി നമുക്ക് ഞങ്ങൾ കേൾക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം. ഞങ്ങൾ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? വി. വി എന്നുള്ളതാണ് ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ കേൾക്കുകയായിരുന്നു. കേൾക്കുക എന്നുള്ളതിന് ഹിയറിംഗ് എന്ന് പറയാം, ലിസ്ണിംഗ് എന്ന് പറയാം. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ് ഇവിടുത്തെ ആക്ഷൻ എന്ന് നോക്കാം. ലിസ്ണിംഗ് എന്ന് പറയുന്ന സമയത്ത് വി ലിസ്ണിംഗ് എന്നാണ് ഇവിടുത്തെ ആക്ഷൻ. കേൾക്കുക. സോ ആയിരുന്നു എന്ന് പറയാൻ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വേർ ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ ഇവിടെ സബ്ജക്റ്റ് വി ആണ് വന്നിട്ടുള്ളത്. വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്നാണ് മീനിങ്. അപ്പോൾ ഇതൊരു പ്ലൂറൽ സെൻറ്റൻസ് ആണ്, പ്ലൂറൽ വേർഡാണ്. പ്ലൂറൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? വേർ ആണ് ഉപയോഗിക്കുക. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഏതൊക്കെ? ഷീ, ഹി, ഇറ്റ്, ഐ. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? വാസ് ഉപയോഗിക്കും. അപ്പോൾ 2 വേർഡ് ഉണ്ട് നമുക്ക് ആയിരുന്നു എന്ന് പറയാൻ. ഈ 2 വാക്കും സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റിയിട്ടാണ് ഉപയോഗിക്കാറ്. ഇനി നമുക്ക് കുറച്ചധികം സെൻറ്റൻസസ് നോക്കിയാലോ? എക്സാമ്പിൾസ് കുറച്ചധികം നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടുക. നമുക്ക് വേറൊരു സെൻറ്റൻസ് ആയിട്ട് എടുക്കാം. നീ അവിടെ ഇരിക്കുകയായിരുന്നു. ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെയാണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. നീ എന്നുള്ളതിന് നമ്മളിവിടെ ഉപയോഗിച്ചത് യു ആണ് അല്ലേ? ഇരിക്കുകയായിരുന്നു എന്നുള്ളതിന് ഇരിക്കുക എന്നുള്ളത് സിറ്റിംഗ് ആണ്. ഇരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരിക്കുക എന്നുള്ള വേർഡ് സിറ്റിംഗ് ആണ്. ദേർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ. അപ്പോൾ ആയിരുന്നു എന്ന് പറയാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വേർ ആണ്. അപ്പോൾ യുടെ കൂടെ വേർ ആണ് വരിക. നീ അവിടെ ഇരിക്കുകയായിരുന്നു. ഇനി നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കാം. ഞങ്ങൾ കളിക്കുകയായിരുന്നു. ഞങ്ങൾ എന്നുള്ളതിന് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? വി ആണല്ലേ? വി. കളിക്കുക എന്ന് പറഞ്ഞാലോ? പ്ലേയിങ്. വിയുടെ കൂടെ ഏതാ വരിക? വേർ ആണ് വരിക. ഇനി അവരാണെങ്കിലോ? ഈ സെൻറ്റൻസിൽ നമ്മൾ അവര് എന്നുള്ള വാക്കാണോ ഉപയോഗിക്കുന്നതെങ്കിലോ സബ്ജക്റ്റ് അവര് എന്നാവുന്ന സമയത്ത് ദേ ആണ് സബ്ജക്റ്റ് വരുന്നത് അല്ലേ? ദേ വരുന്ന സമയത്ത് പ്ലേയിങ്, കളിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ആയിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് വേർ ആണ്. അപ്പം നമ്മൾ യു, വി, ദേ ഈ 3 സബ്ജക്റ്റ് വരുന്ന സമയത്ത് വേർ ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഐ, ഷീ, ഹി, ഇറ്റ് ഈ സബ്ജക്ട്സിൻ്റെ കൂടെ വരുന്ന കുറച്ചധികം സെൻറ്റൻസസ് നോക്കാം. ഇതിൽ നമുക്ക് ഐ വെച്ചിട്ടാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഐ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ സെൻറ്റൻസ് പറയാം? ഞാൻ കോൾ ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ പറയും? ഐ ആണല്ലേ? ഞാൻ കോൾ ചെയ്യുക എന്നുള്ളതിന് കോളിംഗ്.
ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ അതിൻ്റെ കൂടെ എന്താ യൂസ് ചെയ്യുക? വാസ്. അപ്പോൾ ഇവിടെ ഐ വാസ് കോളിംഗ്. ഈ സെയിം സെൻറ്റൻസ് നമുക്ക് ഷീ ഉപയോഗിച്ച് നോക്കാലോ. ഷീ ഉപയോഗിക്കുമ്പോൾ ഷീ കോളിംഗ് ആണ് വേർബ് അല്ലേ? ഷീയുടെ കൂടെ ഏതാ വരിക? വാസ് ആണ് വരിക. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? വാസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സെൻറ്റൻസ് എന്താ? ഹീ വെച്ചിട്ട്. ഹീ ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കാം? നമുക്കൊന്ന് വേറെ വേർബ് നോക്കാം അല്ലേ? അവൻ നിൽക്കുകയായിരുന്നു. നിൽക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? സ്റ്റാൻഡിങ്. സ്റ്റാൻഡാണ് നിൽക്കുക. സ്റ്റാൻഡിങ് ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ING ഫോം ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹീ എന്ന് പറയുന്നതാണ് അവൻ എന്നുള്ള വേർഡ്. ഹീയുടെ കൂടെ നമുക്കറിയാം വാസ് ആണ് വരുന്നത്. സോ ദ സെന്റൻസസ് അവൻ നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഹീ വാസ് സ്റ്റാൻഡിങ്. ഇത് തന്നെ നമുക്ക് ഇറ്റ് ഉപയോഗിച്ച് നോക്കിയാലോ. ഇറ്റ് വാസ് സ്റ്റാൻഡിങ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നുള്ളതാണ് മീനിങ്. ഇറ്റ് വാസ് സ്റ്റാൻഡിങ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുന്നത്. അതിൽ സബ്ജക്ട്സ് മാറുന്നതിനനുസരിച്ച് വാസ് ആണോ വേർ ആണോ ഉപയോഗിക്കുക എന്നുള്ളതിൽ വ്യത്യാസം വരും. ഏതൊക്കെ സബ്ജക്ട്സിന്റെ കൂടെയാണ് വാസ് വരുന്നത്? ഐ, ഷീ, ഹി ആൻഡ് ഇറ്റ്. അതുപോലെ തന്നെ വേർ വരുന്നത് ആരുടെ കൂടെയാണ്? ഹു, യു, ദേ ആൻഡ് വി. ഇപ്പോൾ പ്ലൂറൽ ആണ്, അതുപോലെ തന്നെ സിംഗുലർ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതൊരു സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതെങ്ങനെയാണ് വേറെ അതിൻ്റെ കൂടെ വരുന്നത് എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഇത് കൂടുതലും കുട്ടികൾക്ക് വരുന്നൊരു ഡൗട്ടാണ് അല്ലേ? എന്തുകൊണ്ടാണ് യുടെ കൂടെ വേറെ വരുന്നത്? അതിൽ നീ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതൊരു സിംഗുലർ വേർഡ് അല്ലേ എന്നുള്ളത്. നമ്മൾ 3 പേര് ഒന്നിച്ചിരിക്കുമ്പോഴും യു എന്നാണ് പറയാറ്. സിംഗുലർ ആയിട്ട് ഒരാൾ നിൽക്കുമ്പോഴും നമ്മൾ യു എന്നാണ് പറയാറ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ വേറെ യൂസ് ചെയ്യുന്നത്. യു വാസ് എന്നുള്ളത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. യു വേർ എന്നുള്ളതാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ഐയുടെ കൂടെ വരുന്നത് വാസ് ആണ് എപ്പോഴും വരാറ്. പക്ഷേ നമ്മൾ ചില സന്ദർഭങ്ങളിൽ വേറെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ചില ഇമാജിനറി സിറ്റുവേഷൻസിലാണ്. അതായത് ഏതെങ്കിലും സിറ്റുവേഷനിൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഐയുടെ കൂടെ വേറെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഗ്രാമറൊക്കെ നന്നായി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സസ് വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.